റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറ്റവും വിശിഷ്ടമായ ദിനരാത്രങ്ങളിലൂടെയാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ഈ ഒരു ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. ഇസ്ലാമിലെ എല്ലാ ആരാധനകളും എന്നോണം യോജിച്ചു വരുന്ന നമസ്കാരവും നോമ്പും ബലികർമ്മവും ഉംറയും ഹജ്ജും എല്ലാം ഒത്തുവരുന്ന 10 ദിവസങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഹറമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലക്ഷങ്ങൾ പാലായനം ചെയ്ത് എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. മഖാമു ഇബ്രാഹീം, വിശിഷ്യ ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന സ്ഥലം. വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും അവിടെ പ്രവേശിച്ചാൽ അവർ നിർഭയരായിരിക്കുന്നവരാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, ആ കഅബാലയത്തിലേക്ക്, ആ മന്ദിരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് തീർത്ഥാടനം നടത്തുക എന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതയാകുന്നു. വമൻ കഫറ, വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു. അപ്പോൾ നിർഭയത്വത്തിൻ്റെ കേന്ദ്രം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ആ കഅബാലയത്തിലേക്ക് എത്തിച്ചേരാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അങ്ങോട്ട് പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇസ്ലാമല്ലാത്ത ഒരു പരിഹാരമില്ല, ഇസ്ലാമല്ലാത്ത ഒരു മാർഗമില്ല എന്ന ഉറച്ച ബോധ്യമാണ്. അൽ ഹജ്ജു അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതിൻ്റെ അർത്ഥം മറ്റു ചടങ്ങുകൾ ഇല്ല എന്നല്ല, മറിച്ച് അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല. മറ്റേത് കർമ്മത്തെക്കാളും ഉപരി അറഫക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. ആ അറഫ ദിനത്തിലാണ് പരിശുദ്ധ ദീൻ പൂർത്തിയായി എന്ന പ്രഖ്യാപനമടങ്ങുന്ന ആയത്തിറങ്ങിയത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹത്തെ നാം നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാം പൂർത്തിയായി എന്നർത്ഥം. ഇനി ഒന്നും അതിലേക്ക് ചേർക്കുകയോ അതിൽ നിന്നും ഒന്നും എടുത്തു മാറ്റുകയോ ചെയ്യേണ്ടതില്ല. ഇസ്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് പൂർത്തിയാക്കി തന്നു എന്നുമുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളിൽ പോലും ഈ ദിവസത്തിന് ശേഷം ഒന്നിൻ്റെയും ആവശ്യമില്ല. കാരണം വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് ഓതിത്തരികയും അത് വിശദീകരിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന മഹാന്മാരായ സ്വഹാബത്ത്, പ്രൈമറി ഓഡിയൻസ്, പ്രഥമ സംബോധിതർ, അവരെങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കിയത് അതാണ് ദീനിൻ്റെ ശരിയായ രൂപം. അതല്ലാതെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും വായിച്ചിട്ട് എനിക്ക് ഇന്നൊരാശയം കിട്ടി എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഇസ്ലാമിൻ്റെ പേരിൽ പുതുതായി പറയാൻ തുടങ്ങിയാൽ ഇസ്ലാമിൻ്റെ രൂപം എന്താകും? നമ്മുടെ ജില്ലയിലുള്ള ഒരു സഹോദരൻ വിശുദ്ധ ഖുർആനെ സ്വന്തം ബുദ്ധി കൊണ്ട് സമീപിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഉലുഹിയ്യത്ത് അറക്കേണ്ടതില്ല, അത് ചോര ചിന്തലാണ്, അത് കാരുണ്യത്തിനെതിരാണ്, അതുകൊണ്ട് 7 ആൾ കൂടി ഒരു കട്ടിൽ വാങ്ങി പാവപ്പെട്ടവന് കൊടുത്താൽ മതി. ഇത് ഈ കോടിക്കണക്കിന് മുസ്ലിങ്ങളുള്ള ഈ ലോകത്ത് ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ ഒരു മൂലയിലുള്ള ഒരാൾക്ക് സുബഹിസ്കരിച്ച് ഖുർആൻ ഓതിയപ്പോൾ തോന്നിയതാണ്. അങ്ങനെ ഓരോരുത്തർ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് തലച്ചോറിനനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചാൽ എവിടെ എത്തും? എന്നാൽ ചിന്തിക്കാനും പഠിക്കാനും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അഫലാ യഖ്ലൂന അഫലാ തഖ്ലൂന അഫലാ യതദബ്ബറൂൻ,
നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ല. അതെന്തിനെ കുറിച്ചാ? അള്ളാഹുവിന്റെ നിയമങ്ങളെ കുറിച്ചല്ല, മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ചിന്തിക്കാൻ പറഞ്ഞത്. ഇത് ദുർവ്യാഖ്യാനം ചെയ്യും. ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് കിട്ടിയതാണ്, പിന്നെ ബലിയറക്കണ്ട, പകരം കട്ടിൽ വാങ്ങിക്കൊടുത്താൽ മതി. ആ ചിന്തയല്ല ഇത്. മറിച്ച് ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച്, ആ സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നത് പോലെ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? അതേപോലെ വഫീ അൻഫുസിക്കും, നിങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ? അത് സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക്, ആ സൃഷ്ടാവ് ഉണ്ടെന്ന് ബോധ്യമായാൽ, പിന്നെ അള്ള പറഞ്ഞു എന്ന് ഉറപ്പായാൽ, റസൂലുള്ള പറഞ്ഞു, ഹദീസ് സ്വഹീഹ് ആണ് എന്ന് ഉറപ്പായാൽ, പിന്നെ ഒരു ചോദ്യവുമില്ല. സമിഅനാ വ അതാഅനാ. ഖുർആനാണോ സ്വഹീഹായ ഹദീസാണോ, അത് അംഗീകരിച്ചുകൊള്ളും. അതുകൊണ്ട് ഇസ്ലാം പൂർത്തിയായി കഴിഞ്ഞു. അത് അറഫ ദിനത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. ആ ദിവസമാണ് ചരിത്ര പ്രസിദ്ധമായ, ഇന്നും ഒരു പ്രസംഗത്തോടും തുലനം ചെയ്തുകൊണ്ട് അതിജയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഉന്നതമായ ഒരു പ്രഖ്യാപനം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചത്. ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാലകും ബൈനകും ഹറാം കഹുർമത്തി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. അവിടുത്തെ സംസാരത്തിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയായിരുന്നു: അഥവാ ഈ നാടിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ അറഫ ദിനമാകുന്ന ഈ ദിവസത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പവിത്രമാകുന്നു എന്ന ഉന്നതമായ പ്രഖ്യാപനം. അനാവശ്യമായി രക്തം ചിന്താൻ പാടില്ല എന്നും, സമ്പത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരാളുടെ സമ്പത്ത് നമ്മുടെ കീശയിൽ എത്തിയിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്നും, സമ്പത്തിന്റെ പ്രാധാന്യവും രക്തത്തിന്റെ പ്രാധാന്യവും എത്രയാണ്, അതുപോലെ പ്രധാനമാണ് ഒരാളുടെ അഭിമാനം. അയാൾ പാവപ്പെട്ടവനാകാം, ഒന്നിനും ഗതിയില്ലാത്തവനാകാം, നമ്മുടെ നാട്ടിലൊക്കെ അത്ര തന്നെ പ്രശസ്തമല്ലാത്ത ജാതിക്കാരനാകാം. പക്ഷേ അതൊക്കെ നാം ഉണ്ടാക്കിയതാണ്. എന്നാൽ അതൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരാതെ സൂക്ഷിക്കണം. ഏതുപോലെ? സമ്പത്തിനെ പോലെ, രക്തത്തെ പോലെ. ആ ഒരു ലിസ്റ്റിലാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തെ പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ രക്തം ചിന്തുന്നതുമായി ബന്ധപ്പെട്ട് കൊലപാതകങ്ങൾ ഒരു കാരണവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത്. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ സമ്പത്തിന്റെയും അഭിമാനത്തിന്റെയും വിഷയത്തിലും. മാത്രമല്ല, അറഫ ദിനം എന്ന് പറയുന്നത് മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. യൗമു അറഫയിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അറഫ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും അള്ളാഹു മോചിപ്പിക്കുന്നില്ല. ധാരാളം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുത്ത് നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസമാണ് ഈ 10 ദിവസങ്ങളിൽ നമുക്ക് വരാനിരിക്കുന്ന അറഫ ദിനം എന്ന് പറയുന്നത്. ഖൈറുദ്ദുആ, ദുആകളിൽപ്പെട്ട്, പ്രാർത്ഥനകളിൽപ്പെട്ട് ഏറ്റവും നല്ല പ്രാർത്ഥന യൗമി അറഫ, അറഫാ ദിനത്തിലുള്ള ദുആ ആണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് തുർമുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെല്ലാം വളരെ പ്രത്യേകതയുള്ളതാണ്. വെള്ളിയാഴ്ച, നോമ്പിന് ഒരു വെള്ളിയാഴ്ച നമ്മുടെ ഈ പള്ളി എങ്ങനെയായിരിക്കും? സാധാരണഗതിയിൽ ജുമ ശ്രദ്ധിക്കാത്തവർ പോലും വെള്ളിയാഴ്ച, നോമ്പിന് മാത്രം വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ മതിയോ? പോരാ. പക്ഷേ അതൊരു ശ്രദ്ധയുണ്ടാകും. അതുപോലെ ശ്രദ്ധിക്കും മുസ്ലിം ഉമ്മത്തെങ്ങാനും ഈ 10 ദിവസങ്ങളുടെ പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ 10 ദിവസങ്ങളിലെ അമലാണ് ഏറ്റവും ഇഷ്ടം. ഈ 10 ദിവസങ്ങൾക്ക് അപ്പുറമുള്ള മറ്റു ദിവസങ്ങളിലൊക്കെ അമൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹുവിന് അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു തിങ്കളാഴ്ച നോമ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ,
ഈ ദിവസങ്ങളിൽ ഒരു വ്യാഴാഴ്ച നോമ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ ഒരു ജുമ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാധാന്യത്തോടുകൂടി സത്യവിശ്വാസികൾ കാണും. ഈ ദിവസത്തിന്റെ പ്രാധാന്യം അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. മാത്രമല്ല മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ അമില അദമിയ്യു മിൻ അമലിൻ യൗമൻ നഹർ അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖി ദം. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബലിദിനത്തിൽ ഏറ്റവും പ്രധാനമായത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമായത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബലി കൊടുത്ത് ആ രക്തം ചിന്തുക എന്നത്. നോക്കൂ, അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി മനുഷ്യർ ആടിനെയും മാടിനെയും ഒട്ടകത്തെയും ഒക്കെ നിയ്യത്താക്കി, നേർച്ചയാക്കി ബലികർമ്മത്തിന് വേണ്ടി തയ്യാറായി. എന്നിട്ട് ആ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്ക് വേണ്ടി ആ ബലികർമ്മം നടത്തുന്നത്, ആ രക്തം ചിന്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ബലിദിനത്തിൽ രക്തമൊഴുക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട മറ്റൊരു കർമ്മവും ഇല്ല എന്ന് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ പലതരത്തിലുള്ള ബലികളുണ്ട്. സർപ്പ ബലി എഴുതി വെച്ച് നമ്മൾ കണ്ടിട്ടില്ലേ? പലതരത്തിലുള്ള ബലികളുണ്ട്. വിവിധ മതങ്ങളിൽ ബലികർമ്മങ്ങളുണ്ട്. അപ്പൊ ബലികർമ്മം ഇസ്ലാം മാത്രം പഠിപ്പിച്ച ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ ഇസ്ലാമിലെ ബലികർമ്മത്തിന്റെ പ്രത്യേകത അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള ഇബാദത്താകുന്നു എന്നതാണ്. എന്നാൽ ഈ പ്രാധാന്യം മനസ്സിലാക്കാത്ത മുസ്ലിം സമൂഹത്തിൽ പോലും ചിലർ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് ബലികർമ്മങ്ങൾ നടത്താറുണ്ട്. ഈ കുട്ടൻ ഇത് ബദരീങ്ങളെ ആണ്ടിനേക്ക് നേർച്ചയാക്കിയതാ. അപ്പൊ ഈ കുട്ടൻ എന്തിനാ നേർച്ചയാക്കിയത്? ബദരീങ്ങളുടെ പ്രീതി കിട്ടാൻ, അവരുടെ പൊരുത്തം കിട്ടാൻ. അതോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫസാദായി. കാരണം ബദരീങ്ങളുടെ നേതാവ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, ബലിയറുക്കുകയും ചെയ്യുക എന്നാണ്. അതാണ് ബദരീങ്ങൾ പഠിപ്പിച്ചത്. എന്നിട്ട് റബ്ബിന് വേണ്ടി ബലികർമ്മം നടത്തുക എന്ന് പറഞ്ഞ ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ബലികർമ്മം നടത്തുന്ന അവസ്ഥയിലേക്ക് പടച്ചവൻ റബ്ബീ വ റബ്ബുബുദു റബ്ബീ വ റബ്ബക്കും, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും റബ്ബായ പടച്ചവനെ ഇബാദത്ത് എടുക്കുക എന്നാണ് ഈസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷെ ഒരു സമൂഹം വന്നിട്ട് ആ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തന്നെ ദൈവമാക്കി മാറ്റി. അതുപോലെ മുസ്ലിം സമൂഹത്തിൽ അറബി ഭാഷയിൽ ചില ഗദ്യങ്ങളും പദ്യങ്ങളും ഒക്കെ പിൽക്കാലഘട്ടത്തിൽ വന്നു, ത്വരീഖത്തുകളുടെ മറവിൽ. അതിലൂടെ വന്നത് എന്താണോ ബദരീങ്ങൾ പഠിപ്പിച്ചത് അതിന് നേരെ എതിര് ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബലികർമ്മം ഉൾപ്പെടെ അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാലോ ഈ ഇബാദത്തിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയും ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ബലികർമ്മത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ബലികർമ്മമാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് എല്ലാം സമർപ്പിക്കുക എന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള മില്ലത്തു ഇബ്രാഹിം, എല്ലാ ദിവസവും രാവിലത്തെ ദിക്റുകളിൽ വൈകുന്നേരത്തെ ദിക്റുകളിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ആരെന്നറിയുമോ? രാവിലത്തെ ദിക്ർ ചൊല്ലുന്നവർ, വൈകുന്നേരത്തെ ദിക്ർ ചൊല്ലുന്നവർ. നമ്മുടെ ശ്രദ്ധയിൽ അതില്ലെങ്കിൽ നേരെ ജുമ കഴിഞ്ഞ് നമ്മൾ മൊബൈൽ എടുക്കുന്നു, പ്ലേ സ്റ്റോറിൽ പോകുന്നു, ജമീൽ ആപ്പ്. ആ ജമീൽ ആപ്പ് തുറന്നാൽ രാവിലത്തെ ദിക്റുകളും വൈകുന്നേരത്തെ ദിക്റുകളും ഒക്കെ സ്വഹീഹായത് അർത്ഥത്തോടുകൂടി ഹറക്കത്തോടുകൂടി സാധാരണക്കാർക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ ലോകം മുഴുവനും ഹറമിലേക്ക് നീങ്ങുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കണം നമ്മളും എല്ലാം റബ്ബിന് സമർപ്പിക്കുക എന്നത്. കാരണം അന്ധവിശ്വാസവും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല. അന്ധവിശ്വാസം വന്നാൽ അത് ശിർക്കിന്റെ മേഖലയാണ്. 13-ാം നമ്പർ എടുക്കാൻ ആളില്ല പോലും, 13-ാം നമ്പർ എടുക്കാൻ ആളില്ല. എന്നാൽ ഒരു സഹോദരൻ എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അതൊരു മുസ്ലിം കാണിച്ച ഏറ്റവും നല്ലൊരു മാതൃകയാണ്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ എവിടെയൊക്കെ എത്തി. ഒരാൾ തന്റെ വണ്ടിയുമായി കണ്ണൂരിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോ ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു ചേര അല്ലെങ്കിൽ ഒരു പൂച്ച നേരെ കുറുങ്ങനം കടന്നു. അതോട് വണ്ടി തിരിക്കുക വീട്ടിലേക്ക്. അപ്പുറത്ത് ആ പൂച്ച ഒരു എലിയെ കണ്ടിട്ടുണ്ട്, ആ എലിയെ തിന്നാൻ പോയതാണ് അപ്പൊ പ്രശ്നം. പൂച്ച തന്റെ ഇരയെ കാണാൻ പോയതാണ്, ഇയാൾ വണ്ടി വീട്ടിലേക്ക് തിരികെ. അന്ധവിശ്വാസങ്ങൾ എത്രമാത്രം വ്യാപകമായിട്ടാണ് മുസ്ലിം സമൂഹത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പറുകളിൽ പോലും ഈ പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ സാക്ഷര കേരളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ പോലും ഈ അന്ധവിശ്വാസങ്ങൾ ഏറെയാണ്. എന്നാൽ അതിനെതിരെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
സ്വന്തം കുടുംബത്തോടും നാടിനോടും ഭരണകൂടത്തോടും എല്ലാവരോടും പൊരുതി. തനിക്ക് ഭരണം കിട്ടാനല്ല, മറിച്ച് അവർ അക്ഷരാർത്ഥത്തിലുള്ള തീയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇട്ടപ്പോൾ ആ തീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തണുപ്പാക്കി മാറ്റി. അതിന്റെ അർത്ഥം വിശ്വാസത്തിനാണ് വിജയം, സത്യത്തിനാണ് വിജയം എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിനരാത്രങ്ങളിൽ ഇബ്രാഹിമി മില്ലത്ത് കൂടുതൽ പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹജ്ജ് 8 ഹാജിമാർ മിനയിലേക്ക് പോകുന്നത്. അതോടുകൂടിയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. മിനയിൽ എന്താണുള്ളത്? ലോകത്തുനിന്ന് വരുന്ന എല്ലാ ഹാജിമാരും ഒരിടത്ത് തമ്പടിക്കുന്നു. ആ മിനയിലെ തമ്പുകളിൽ തമ്പടിക്കുക, അവിടെ വെച്ച് നമസ്കരിക്കുക, അവിടെ അന്തി ഉറങ്ങുക എന്നത് ഹജ്ജിന്റെ കർമ്മമാണ്. അതേ മിനയിലാണ് ഹജ്ജിന്റെ അവസാനം വരുമ്പോൾ എല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് മിനയിലേക്ക് എത്തും ബലികർമ്മം നിർവഹിക്കുവാൻ വേണ്ടി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നം? മകനെ അറുക്കുന്നതിന് വേണ്ടി. അപ്പോൾ മകനോട് ചോദിക്കുന്നു, മാതാ തറ, മോനെ നിന്റെ അഭിപ്രായം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചാൽ പിന്നെ മകന്റെ അഭിപ്രായം ചോദിക്കേണ്ടതുണ്ടോ? അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ശൂറയുടെ, കൂടിയാലോചനയുടെ മഹത്വം. മോനെ കൊണ്ടുപോയി ബലി അറുക്കാം, പക്ഷെ മോനെ കൂടി ആ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ നിന്റെ അഭിപ്രായം എന്താണ്? എന്തായിരുന്നു മറുപടി? ഇഫ് അൽ മാ തുഅ്മർ. എന്താണ് ഉപ്പ പടച്ചോൻ പറഞ്ഞത് അത് അങ്ങ് നിറവേറ്റിക്കൊള്ളുക. ഈ മകനെ അങ്ങേക്ക് ക്ഷമാശീലരുടെ കൂട്ടത്തിൽ കാണാം. അങ്ങനെയാണ് രണ്ടുപേരും കൂടി മിനയിലേക്ക് പോകുന്നത്. എന്തിന്? ഒരു ഉപ്പ കാലങ്ങളോളം പ്രാർത്ഥിച്ച് കിട്ടിയ മകനെ ബലിയെറുക്കാൻ ആ മകനെ കൊടുത്ത റബ്ബ് പറഞ്ഞു. മിനയിലെത്തി ബലിയെറുക്കാൻ നേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം വന്നു, വേണ്ട ഇബ്രാഹിം, നരബലി വേണ്ട. ഇത് പലർക്കും അറിയില്ല. അങ്ങനെ കൊണ്ടുപോയേന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ വിചാരിക്കുക, ബാക്കി പലർക്കും അറിയില്ല. അറുത്തിട്ടില്ല, മകനെ അറുത്തിട്ടില്ല, വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഒരു ബലിമൃഗത്തെ ഇറക്കി കൊടുത്തു. അതിനെ ബലി അറുക്കുകയും ചെയ്തു. പരീക്ഷണമായിരുന്നു അത്. എല്ലാം റബ്ബിന്റെ ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. നീ കാലങ്ങളോളം ദുആ ചെയ്ത് കിട്ടിയ മകനും പടച്ചുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പിട്ട് എന്നാ ബലിയിറക്ക്, ആയിക്കോട്ടെ പഠിച്ചോനെ. അപ്പൊ അവിടെ പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇല്ല എന്ന് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളെയും പഠിപ്പിക്കുക എന്ന മഹത്തായ സന്ദേശം അതിലുണ്ട്. അവിടെ പോയി ബലിയറുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ബലിയറുക്കാൻ കൊണ്ടുപോയി. ആ ഹജ്ജിന്റെ ആ ചടങ്ങിൽ എവിടെയെങ്കിലും ഇസ്മായിൽ നബിയെ കാക്കണേ എന്നൊരു വിളി മിനയിൽ വെച്ചുണ്ടോ? പോട്ടെ, ആ ബലി അറുക്കാൻ കൊണ്ടുപോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഒരു പ്രാർത്ഥന. നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പോയ വ്യത്യസ്ത ആശയക്കാരുണ്ട്. അവരുടെ കയ്യിലൊക്കെ ഹജ്ജിന്റെയും ഉംറന്റെയും കിതാബുണ്ട്. അതിലൊന്നും അങ്ങനെ ഒരു വിളിയില്ല. പോട്ടെ, എങ്കിൽ ബിബറക്കത്തി ഇസ്മായിൽ, ബിഹഖ് ഇസ്മായിൽ, ബിജാഹി ഇസ്മായിൽ ഇല്ല. അപ്പൊ ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ഈ രണ്ട് മഹാന്മാരുമായി ബന്ധപ്പെട്ട ചടങ്ങുണ്ടായിട്ട് പോലും ഒരു വിളി പോലും ഇബ്രാഹിം നബിയോടില്ല, ഇസ്മായിൽ നബിയോടില്ല. അതേപോലെ തന്നെ സഫ മർവക്കടയിൽ നമ്മുടെ ഓട്ടം, അത് ഹജ്ജിന്റെ ഭാഗമാണ്, അത് ഉംറയുടെയും ഭാഗമാണ്. ആ മഹദിയായ ഹാജറ ബീവി ആദ്യം സഫയിൽ നിൽക്കുന്നു. ആ സഫയിൽ വെച്ച് പടച്ചോനോട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് മർവയിലേക്ക് പോകുന്നു. അവിടെ അതേപോലെ നമ്മളും ചെയ്യണം. സഫയിൽ നിൽക്കുന്നു, കഅബക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. നമ്മളും അങ്ങനെ തന്നെ ചെയ്യണം. ആ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഹാജറ ബീവി നിന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴെങ്കിലും ഹാജറ ബീവിയെ എന്നൊരു വിളി ഇല്ല. മർവയിലെത്തിയിട്ട് അവിടെയും ഇല്ല. എങ്കിൽ ബിബറക്കത്തി ഹാജറ, ബിഹഖ് ഹാജറ, ബിജാഹി ഹാജറ ഇല്ല. പിന്നെ എവിടുന്ന് വന്നു മുഹയ്യിദ്ദീൻ ഷേഖ് എന്ന വിളി?
പിന്നെ എവിടുന്ന് വന്നു ബദരീങ്ങളെ എന്ന് വിളി? പിന്നെ എവിടുന്ന് വന്നു നഫീസത്ത് ബീവിയ? ഹാജറ ബീവിയേക്കാൾ വലിയ ബീവി ഉണ്ടോ ഈ ലോകത്ത്? അതുകൊണ്ട് ഇസ്ലാം ഹജ്ജിൽ നൽകുന്ന സന്ദേശത്തിൽ നിന്നും ആളുകൾ എക്സ്ട്രാ ഫിറ്റിംഗ് വെച്ചിട്ട് ആകെ വികലമാക്കിയിരിക്കുന്നു. ഒരു പൊന്തക്കാട് പോലത്തെ ഒരു സംഗതി ഇങ്ങനെ പോകുന്നുണ്ട്. ആൾക്കാർക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അതവിടെ ആ വണ്ടി അവിടെ നിർത്തിയിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് മൊത്തം ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതൊരു സൈക്കിളാണ് അപ്പൊ. പക്ഷെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെരുന്നാൾ ദിവസം ഒരു ടി-വിയിൽ വാർത്ത പറയാണ്, ഇന്ന് മുസ്ലിങ്ങളുടെ ബലി പെരുന്നാൾ. എന്നിട്ട് എന്താ കാണിക്കുന്ന അറിയോ? ഭീമാ പള്ളിയിൽ ആ ഖബറിനെ തവാഫ് ചെയ്യുന്ന അവിടെ നിലവിളക്ക് വെച്ച രംഗം. അപ്പൊ ഇവിടുത്തെ ഒരു വിഷ്വൽ മീഡിയക്ക് ഇസ്ലാമിന്റെ അടയാളായിട്ട് കാണിക്കാനുള്ള എന്താ? കെട്ടിപ്പൊന്തിച്ച ഖബറും അവിടെ തവാഫും അവിടെ ഒരു നിലവിളക്കും. ഖബറിന് തവാഫ് ഉണ്ടോ? അങ്ങനെ തവാഫ് ഉണ്ടെങ്കിൽ മദീനയിൽ റസൂലുള്ളാഹിന്റെ ഖബറിന് തവാഫ് ഉണ്ടാവില്ലേ? ഇല്ലല്ലോ. മദീന പള്ളിക്ക് തവാഫ് ഉണ്ടോ? ഇല്ല. ലോകത്തൊരിടത്ത് മാത്രമേ ഇസ്ലാമിൽ തവാഫുള്ളൂ. അത് കഅബാലയത്തിന് മാത്രമാണ്. അത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹിന്റെ റസൂലുള്ള ഉണ്ടാക്കിയ പള്ളിക്കോ റസൂലുള്ളയുടെ ഖബറിനോ പോലും തവാഫില്ല. പക്ഷെ ഇസ്ലാമിന്റെ അടയാളമായി ഈ പൊന്തക്കാട കാണിക്കുക എക്സ്ട്രാ ഫിറ്റിംഗ്. അങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ട് ഇസ്ലാമിന് മനസ്സിലാകാത്ത രൂപത്തിൽ വികലമായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധ്യം, ഹജ്ജിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഏകദൈവ ആരാധനയാണ്. സ്വന്തം പിതാവിനോട് യുദ്ധം ചെയ്ത വിഷയം അതായിരുന്നു. എന്തിനാണ് ഉപ്പ നിങ്ങൾ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തവേ, എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവേ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നതായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആസർ എന്ന തന്റെ സ്വന്തം പിതാവിനോട്. പിന്നെ ബറക്കത്ത് കൊണ്ട് ചോദിച്ചു. ആൾക്കാർ ചോദിക്കല, ആയിക്കോട്ടെ നേരിട്ട് വിളിക്കില്ല, മൊയ്തീഷന്റെ ബറക്കത്തോണ്ട് ചോദിച്ചൂടെ, ബദരീങ്ങളെ ബറക്കത്തോണ്ട് ചോദിച്ചൂടെ? അവർ മഹാന്മാരല്ലേ? ശരി, ബറക്കത്ത് കൊണ്ട് ചോദിക്കാമായിരുന്നുവെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ മഹാനാര് ഒരു സംശയവുമില്ല. ഖബർ പൊട്ടിപ്പിളർന്ന് ആദ്യം പുറത്തേക്ക് വരുന്നത് ആദം നബി അലൈഹി സ്വലാം അല്ല, മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, സ്വർഗത്തിന്റെ ഉദ്ഘാടനം മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ ബിബറക്കത്തി മുഹമ്മദ്, നമ്മളെ മദ്രസയിൽ പഠിച്ച എവിടെയെങ്കിലും അള്ളാന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ടുവന്നൊരു ദുആ ഉണ്ടോ? ദുആ ഇല്ല എന്ന് മാത്രല്ല, ഇന്ന് നമ്മുടെ ജുമഅക്ക് നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുമ്പോ അത്തഹിയാത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താ പറയാ? സ്വലാത്ത്. ആ സ്വലാത്തിൽ എന്താ ഉള്ളത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. അടുത്ത ഭാഗത്തോ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ. അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, റസൂലുള്ളാഹിക്ക് ബറക്കത്ത് ചെയ്യണേ. മനസ്സിലായില്ലേ? തബാറക്കല്ലാഹ്, അല്ലാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. ആ ബറക്കത്തിന്റെ ഉടമസ്ഥനോട് പടച്ചോനെ ആ ബറക്കത്ത് ഇങ്ങി റസൂലുള്ളാഹിക്ക് കൊടുക്കണേന്നാ സ്വലാത്തിന്റെ അർത്ഥം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, റസൂലുള്ളാഹിക്കും അവിടുത്തെ അഹ്ലുകാർക്കും കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ബറക്കത്ത് കൊടുത്തതുപോലെ റസൂലുള്ളാഹിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ബറക്കത്ത് കൊടുക്കണേ. അപ്പോൾ ഹജ്ജ് പഠിപ്പിക്കുന്ന ഈ മഹത്തായ സന്ദേശം മനസ്സിലാക്കാത്ത ചിലരെങ്കിലും ഹജ്ജിന് പോകുമ്പോ ഒരു ഖബറിന്റെ അടുത്ത് വണ്ടി നിർത്തുന്നു, അവിടുന്ന് ഇറങ്ങിയിട്ട് ആ കെട്ടിപ്പൊന്തിച്ച പച്ച വിരിച്ച ആ ഖബറിന്റെ അടുത്ത് പോകുന്നു, ആ ഭണ്ഡാരത്തിൽ പണമിടുന്നു, ഒരാശ്വാസം എന്ന് പറയണ്ട, ഇനി എയർപോർട്ടിൽ പോകാം, ഇനി വിമാനയാത്രയൊക്കെ ഈ മരിച്ചു കിടക്കുന്ന ആള് നോക്കും. ഹജ്ജ് പോയി ആ ഖബറിൽ മരിച്ചു കിടക്കുന്ന ആള് നിന്റെ യാത്ര നോക്കലല്ല പണി. മരണത്തിന് മുമ്പ് ജീവിതത്തിൽ ചെയ്ത അമലിന്റെ പല അനുഭവിക്കാണ് അവിടെ. നിന്റെ യാത്ര നോക്കേണ്ട പണി റബ്ബിനാ. അതുകൊണ്ടാ വീട്ടിൽ നിന്ന് പറഞ്ഞത് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. മരിച്ചെടുക്കുന്ന ആരെങ്കിലും നാമത്തിലല്ല. തവക്കൽതു അലല്ലാഹ്, ഞാൻ മരിച്ചെടുക്കുന്ന ആളെ തവക്കുലാക്കി എന്നല്ല, ഞാൻ അല്ലാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല. ആ ദുആനെ തകർക്കലാ മറ്റത്. അതിന്റെ അർത്ഥം ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോകണ്ട, ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോകണ്ട എന്നല്ല, പോകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് പരലോകത്തെ പറ്റി ബോധ്യം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഖബറാളികളോട് തേടുന്ന അവസ്ഥ പോലും തലതിരിഞ്ഞ ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഹജ്ജിന്റെ ഈ സന്ദേശങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമാകണം. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ്
നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് വരാനിരിക്കുന്നത് അടുത്ത ബുധനാഴ്ചയാണ്, അഥവാ അറഫ നോമ്പ്. എന്നാണോ ഓരോ നാട്ടിലും ദുൽഹജ്ജ് 9 അന്നാണ് അറഫ നോമ്പ്. ചിലരെങ്കിലും ചെറിയ കുട്ടികളെ ബുദ്ധിയിൽ ചോദിക്കും, അല്ല അറഫയിൽ ആള് നിൽക്കുമ്പോ അല്ലേ നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഭൂമി ഉരുണ്ടതാണ്. കഴിഞ്ഞു. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞാൽ അറഫയിൽ ഹാജിമാര് നിൽക്കുമ്പോ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് നോൽക്കാൻ പറ്റൂല. വെറുതെ ആ മൊബൈൽ എടുത്തിട്ട് ലോസ് ആഞ്ചൽസില് ഈ അറഫയിൽ ആൾ നിൽക്കുമ്പോ അവിടെ നട്ടപ്പാതിരാണ്. നട്ടപ്പാതിരിക്ക് നോമ്പുണ്ടോ? നമ്മൾ ചോദിക്കും ഭയങ്കര ബുദ്ധിയാ എനിക്കിന്ന്. ഒരു ബുദ്ധിയില്ല. അപ്രായോഗികമാണ് പറയുന്നത്. ഈ അടുത്ത കാലത്തല്ലേ ഈ അവിടെ എപ്പ അറഫ നമ്മൾ അറിയാൻ പോയത്? മുമ്പ് ഹജ്ജിന് പോയാൽ അവിടെ എത്തിയോന്ന് എപ്പോഴും ആരെങ്കിലും തിരിച്ചു വന്നിട്ട് തന്നെ അറിയില്ല. കപ്പലിലൊക്കെ പോകുന്ന കാലം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇസ്ലാം പ്രായോഗികമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ കുട്ടികളെ ബുദ്ധിയൊന്നും ആരും കാണിക്കണ്ട. എന്നാണോ ദുൽഹജ്ജ് 9 ഓരോ നാട്ടിലും അന്നാണ് അറഫ നോമ്പ്. അതാണ് കൃത്യം. അവരോട് പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപക രാഷ്ട്രീയമാണ്, അങ്ങനത്തെ യാതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ചു സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു വസ്സനത്തല്ലതി ബഅദഹു. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റസൂലുള്ളാഹി പറയാണ്, കഴിഞ്ഞു പോയ ഒരു വർഷവും വരാനിരിക്കുന്ന ഒരു വർഷവും ആ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായി തീരുന്ന അത്രയും പ്രതിഫലാർഹമായ നോമ്പാണ് അറഫ നോമ്പ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, മുസ്ലിം സമൂഹത്തിലെ പലരും അടുത്ത ബുധനാഴ്ചയാണ്, ഫർളല്ല, പക്ഷെ അശ്രദ്ധമായിട്ട് അന്ന് സാധാരണ പോലെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ചായ കുടിക്കും. എനിക്ക് ചായ കുടിക്കാൻ വരുന്നൊക്കെ ചോദിക്കും. അറഫ നോമ്പാണ്. അത്രയും അശ്രദ്ധമായി പോകുന്നു. എന്നാൽ ഇല്ലാത്ത നോമ്പോ, ഒരു ബറാത്തിന്റെ നോമ്പ് നോറ്റില്ല, അതില്ലാത്തൊരു നോമ്പോ അന്ന് ഭയങ്കര പ്രാധാന്യ. ഉള്ള നോമ്പിനോ ഒരു പ്രാധാന്യമില്ല. തിങ്കളാഴ്ച നോമ്പിന് പ്രാധാന്യം ആൾക്കാർ കൊടുക്കുന്നില്ല, വ്യാഴാഴ്ച നോമ്പിന് കൊടുക്കുന്നില്ല. എല്ലാ മാസവും 13ഉം 14ഉം 15ഉം സുന്നത്ത് നോമ്പുണ്ട്, അതിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല. ഇല്ലാത്ത വല്ല നോമ്പും വന്നാൽ അത് ഭയങ്കര ഗൗരവത്തിൽ ആൾക്കാർ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്രമാത്രം, അഥവാ അല്ലാഹു സുബ്ഹാനഹു ഖൈറുദ്ദുആ യൗമി അറഫ, ഏറ്റവും നന്നായി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. അടുത്ത ബുധനാഴ്ചയാണ് നമുക്ക് ആ നോമ്പ് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ആ നോമ്പ് നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം അറിയണം, നമ്മുടെ ഫാമിലി അറിയണം, ഫാമിലി ഗ്രൂപ്പിലൊക്കെ പറയണം. ഫാമിലി ഗ്രൂപ്പ് തമാശ അറിയാൻ മാത്രമുള്ളതല്ല, ആൾക്കാർക്ക് ദീന് കിട്ടാൻ അത് ഉപയോഗിക്കണം. അടുത്ത ബുധനാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ അറഫ നോമ്പ്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അറഫ കഴിഞ്ഞാൽ പെരുന്നാളിലേക്ക് എത്തി. നോമ്പ് ഹറാമായ ദിവസമാണ് പെരുന്നാൾ. വലിയ പെരുന്നാളല്ല, ബലി പെരുന്നാൾ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും റബ്ബിന് വേണ്ടി ബലി കഴിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ദിവസവും ആ ബലി എന്ന അർത്ഥത്തിലായിരിക്കണം. അഥവാ എനിക്ക് പെരുന്നാൾ ദിവസം ലഹരിയെ ബലി കഴിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ പെരുന്നാളിന് പള്ളിയിലൊക്കെ പോവും, പക്ഷെ ഞാൻ കള്ളും കുടിക്കും. ഓനെന്ത് ബലി പെരുന്നാൾ? സ്വന്തം മകനെ റബ്ബിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി ഇബ്രാഹിം നബിനെ ആ ചരിത്രം ഓർമ്മിക്കുമ്പോ സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹമായ കുടുംബത്തെ തകർക്കുന്ന, സമ്പത്തിനെ തകർക്കുന്ന ലഹരി ഒഴിവാക്കാൻ മൂപ്പർക്ക് കഴിയില്ല, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. അപ്പൊ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണ്. ഇസ്ലാമിൽ ആഘോഷമുണ്ട്. എന്നാൽ നമസ്കാരമില്ലാത്ത ആഘോഷം, ഹറാമായ തരത്തിലുള്ള ആഘോഷങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പെരുന്നാൾ തുടങ്ങുന്നതോടുകൂടി തക്ബീർ ആരംഭിക്കും. ഈദുൽ ഫിത്ർ, റമദാനുമാന്റെ സമാപനം വരുന്ന ചെറിയ പെരുന്നാൾ നമ്മൾ പറയുന്ന ഈദുൽ ഫിത്ർ, അത് ഈദ്ഗാഹോടുകൂടി, പള്ളിയോടുകൂടി തക്ബീർ അവസാനിച്ചു. എന്നാൽ ബലി പെരുന്നാളിന് അയ്യാമുത്ത ശരീഖ് അഥവാ ദുൽഹജ്ജ് 13ന്റെ അസർ വരെ നമുക്ക് ബലിയെറുക്കാം. ആ അസർ വരെ തക്ബീർ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അതാണ് ബലി പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പെരുന്നാൾ ദിവസം പുതിയ ഡ്രസ്സ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഡ്രസ്സ് ധരിക്കുക എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ സുന്നത്തുകൾ പാലിച്ച് പെരുന്നാൾ ദിവസം പ്രത്യേകമായൊരു കുളിയുണ്ട്. മലയാളികൾ എല്ലാ ദിവസവും കുളിക്കും, പക്ഷേ നിയ്യത്തോടു കൂടി കുളിച്ചാൽ, വെള്ളിയാഴ്ച നമ്മളെല്ലാവരും കുളിച്ചിട്ടുണ്ട്, ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന നിയ്യത്തോടു കൂടി കുളിച്ചാൽ കൂലിയായി. അതേപോലെ തന്നെ പെരുന്നാളിനും അങ്ങനെ കുളിയുണ്ട്. ചില ആളുകൾ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രം, സ്ത്രീകളെ പരിപാടി എന്താ? പെരുന്നാൾ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ബിരിയാണി ഉണ്ടാക്കുക, ഒരു അടുക്കളപ്പണി നിശ്ചയിച്ചു കൊടുക്കുക. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇസ്ലാം പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാളുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ട സന്ദർഭത്തിൽ മാത്രമാണ് പള്ളിയിൽ വെച്ച് പെരുന്നാൾ നിസ്കരിച്ചത്. ബാക്കി എല്ലാ സമയവും മൈതാനിയിൽ വെച്ച്. എന്താ ഇതിന് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും പെരുന്നാൾ കിട്ടണം. ആർക്ക് വരെ? ആർത്തവകാരികളായ സ്ത്രീകൾക്ക് വരെ. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പെരുന്നാളിന് വരൂ, ആഘോഷത്തിൽ പങ്കെടുക്കൂ. നിങ്ങൾ സ്വലാത്ത് തുടങ്ങുമ്പോൾ, നമസ്കാരം തുടങ്ങുമ്പോൾ മാറി നിൽക്കൂ. അപ്പൊ എല്ലാവരും വരികയാണ്. അപ്പൊ എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഒരിക്കൽ പെരുന്നാൾ ഖുത്ബ നടത്തിയപ്പോ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പരാതി വന്നു, ഞങ്ങൾക്ക് ശരിക്ക് കേട്ടിട്ടില്ല, റസൂലുള്ളാഹിന്റെ ഉപദേശം കേട്ടിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി അവരുടെ ഭാഗത്തേക്ക് പോയി ആ ഖുത്ബയുടെ ചുരുക്കം അവർക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരോടും ധർമ്മം വാങ്ങുകയും ചെയ്തു. അപ്പൊ പെരുന്നാൾ ദിവസം മറ്റൊരു സുന്നത്താണ് ധർമ്മം ചെയ്യുക. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പെരുന്നാളിന് പോകുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെ കീശയിലും കുറച്ച് പൈസ കൊടുക്കുക, അവരോട് പറയാം, എന്നിട്ട് അവരെ കൊണ്ട് കൊടുപ്പിക്കുക. ഇങ്ങനെ ദാനം ചെയ്യേണ്ടുന്ന ഒരു ദിവസവും കൂടിയാണ്. അതോടൊപ്പം ബലികർമ്മത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ആ ബലിയുടെ സ്ഥലത്ത് ഹാജരാകൽ വളരെ പ്രധാനമാണ്. നമ്മളിങ്ങനെ അതൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ കൂലിപ്പണിക്കാരാണ് ഇത് ചെയ്യുന്ന ആൾക്കാർ. കൂലിക്കാരെ വിളിക്കണ്ടെന്നല്ല, നമ്മൾ ബലികർമ്മം നടത്തുമ്പോൾ നമുക്ക് ബലി നടത്താൻ, നമുക്ക് തന്നെ അറുക്കാൻ കഴിയുമോ എങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഹാജരാവുക. ചില ആളുകൾക്ക് അവരുടെ മാട് അല്ലെങ്കിൽ ആട് ഏതാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ആവരുത്. നമ്മൾ ആ സ്ഥലത്ത് ഹാജരാവുക എന്നതും അതിന് സാക്ഷികളാവുക എന്നതും അതിന്റെ വിതരണത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കുക എന്നതൊക്കെ ദീനിന്റെ ഇഖാമത്തിൽപ്പെട്ടതാണ്. ദീൻ ഇപ്പൊ ഇവിടെ ഒരു ജുമ നടക്കുക എന്നുള്ളത് ദീൻ നിലനിർത്തുന്നതിന്റെ ഭാഗമാണ്. അതേപോലെ ഈ ദീനീ പ്രവർത്തനത്തിന്റെ സുപ്രധാനമായ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അതിമഹത്തായ ഈ അനുഗ്രഹം, ഈ ദിവസങ്ങളിൽ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ഹാജറ ബീബി എന്ത് ചെയ്തു? ഈ 3 പേരിൽ ഒരു കുടുംബത്തിന്റെ അങ്ങേയറ്റത്തെ ദൃഢത നമുക്ക് കാണാൻ പറ്റും. ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു മകനും. അവർ 3 പേരും എങ്ങനെ ജീവിച്ചു എന്നത് ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഒരു ഭർത്താവ് എങ്ങനെയാകണം, ഒരു ഭാര്യ എങ്ങനെയാകണം, ഒരു മകൻ എങ്ങനെയാകണമെന്ന മഹത്തായ സന്ദേശം അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തുടനീളം ഊരുചുറ്റി തൗഹീദ് പ്രചരിപ്പിക്കുമ്പോഴും ഭാര്യയോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ, അതേപോലെ തന്നെ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ, അതിലുപരി എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്ന ആ മകന്റെ, അതുകൊണ്ട് ഇബ്രാഹീമുമാർ എന്ന പിതാവ്, ഇസ്മായിലുമാർ എന്ന മക്കൾ, ഹാജറ ബീവിമാർ എന്ന ഉമ്മമാർ, അതായിരിക്കണം നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകേണ്ടത്. പഠിക്കാനും പകർത്താനും ധാരാളമുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ. സഹോദരങ്ങളെ, ഒരല്പസമയം ദീൻ പഠിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കണം. പീസ് റേഡിയോ എന്ന് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി അടിച്ചു കൊടുത്താൽ 24 hours ഈ ദിനങ്ങളിലെല്ലാം നമുക്ക് കിട്ടുന്നത് ഈ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഏറ്റവും ആകർഷകമായ രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ അതങ്ങ് ഓൺ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഭാര്യമാർക്ക് എപ്പോഴും ദീൻ പഠിക്കാം. അൽ ഇജാബ പോലെയുള്ള ദീനീ സംശയങ്ങൾക്ക് നിവാരണം നടത്തുന്ന സെഷനുകൾ വരെ നമ്മൾ നമ്മുടെ കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ IT രംഗത്തുള്ള കുട്ടികൾ അഹ്ലുസുന്നയെ വളർത്താൻ വേണ്ടി വർഷങ്ങളായി, 10 വർഷം കഴിഞ്ഞു, ഇടതടവില്ലാതെ ഈ സമാധാനത്തിന്റെ സന്ദേശം നമുക്ക് ലഭ്യമാവുകയാണ്. പഠിക്കാനും ജീവിക്കാനും ആ നിലക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടം പോലെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നമ്മുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്തതികൾ, അവന്റെ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് അവനോട് കടപ്പാടുകൾ നിർവഹിക്കാൻ, പൂർണ്ണമായ മുസ്ലിമായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന്